الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم وكأي من نبي قاتل معه ربيون كثير فما وهنوا لما أصابهم في سبيل الله وما ضعفوا وما استكانوا والله يحب الصابرين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുവാൻ നാം ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്തുകൊള്ളും. ഇസ്ലാമിക ലോകം അല്ലെങ്കിൽ മൊത്തം ലോകം ചില പ്രധാന വാർത്തകളിലാണ് കഴിഞ്ഞ ആഴ്ച എത്തിച്ചേർന്നത്. അതിലൊന്ന് ചിലാനും വർഷമായി നീണ്ടു നിൽക്കുന്ന പലസ്തീൻ ഇസ്രായേൽ യുദ്ധം വെടിനിർത്തലിലേക്ക് നീങ്ങുന്നു എന്ന വാർത്തയാണ്. അതോടൊപ്പം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന സാങ്കേതിക വിദ്യയിൽ മുന്നേറ്റമുള്ള രാജ്യമെന്ന് പറയുന്ന അമേരിക്കയിൽ കാലിഫോർണിയയിലും ലോസ് ആഞ്ചൽസിലുമൊക്കെ ഉണ്ടായ അതിഭീകരമായ തീപിടുത്തവും നമ്മുടെ നാടുകൾ ലോകത്ത് ചർച്ച ചെയ്ത രണ്ട് വിഷയങ്ങളാണ്. ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം വെടിനിർത്തലിന് കരാറുകളൊക്കെ ആയെങ്കിൽ പോലും ഇപ്പോൾ അത് പൂർണ്ണമായൊരു ഘടനയിൽ എത്തിച്ചേർന്നിട്ടില്ല. ഇത്രയൊക്കെ ആയിട്ടും സന്തോഷം രേഖപ്പെടുത്തിയ പലസ്തീനികളെ ഇന്നലെ 72 പേരെയാണ് ഇന്നലെ തന്നെ വധിച്ചത്. യഥാർത്ഥത്തില് എന്തിനു വേണ്ടിയാണോ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചത് അല്ലെങ്കിൽ വംശഹത്യ തുടങ്ങിയത്, അത് നേടാൻ കഴിയാതെ പകരം കുറെ നിസ്സഹായരായ പാവങ്ങളെയും കുഞ്ഞുമക്കളെയും കൊന്നൊടുക്കി തങ്ങളുടെ പലതും നഷ്ടപ്പെട്ട് അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ്. വലിയ ഒരു ഐതിഹാസികമായ അത്ഭുതകരമായ ഒരു സംഗതിയാണിത്. ഗസ മുനമ്പ് എന്ന് പറയുന്ന വളരെ ചെറിയ ഒരു ഇടമാണ്. ആ ഇടത്തിലുള്ള ഹമാസിനെ തുരത്തുകയും ഇല്ലാതാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്
ആരംഭിച്ച യുദ്ധം ഇപ്പൊ ഹമാസുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഹമാസ് ഉള്ളത് കൊണ്ടാണല്ലോ കരാർ. ഹമാസിന്റെ മുൻനിര നായകരൊക്കെ വധിക്കപ്പെട്ടുവെങ്കിൽ പോലും വളരെ തീവ്രമായ വീറോടുകൂടി ഹമാസ് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നത് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല, ഇസ്രായേലിൽ രാഷ്ട്രീയപരമായ ധ്രുവീകരണം വരെ സംഭവിച്ചിരിക്കുകയാണ്. ഇസ്രായേലിൽ തെല്ലവീവിലുള്ള ആളുകൾ കരാറിനെ സ്വാഗതം ചെയ്യുമ്പോൾ തീവ്ര വലതുപക്ഷ വിഭാഗക്കാര് കരാറിനെ എതിർത്തുകൊണ്ട് 2-3 വിഭാഗങ്ങളായി ഇസ്രായേലി ജനത മാറുകയാണ്. നെതന്യാഹുവിന്റെ മന്ത്രിസഭയിൽ കുറെ ആളുകൾ പിന്തുണക്കുമ്പോൾ കുറെ ആളുകൾ എതിർക്കുകയാണ്. എന്ത് ചെയ്യണമെന്നത് വ്യക്തമാകാതെ അസ്വസ്ഥതപ്പെടുന്ന, ഏക അവസ്ഥയിൽ നിന്ന് മാറി ഭിന്നാവസ്ഥയിലേക്ക് നീങ്ങുന്ന ഘടനയാണ് ഇസ്രായേലിൽ കാണാൻ കഴിയുന്നതെങ്കിൽ ഇത്രയേറെ മനുഷ്യർ മരിച്ചിട്ടും ഇത്രയേറെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടും ഇനി നശിക്കാനൊന്നും ബാക്കിയില്ലാതിരുന്നിട്ടും അവശേഷിക്കുന്ന മനുഷ്യര് ഇന്നലെ ആഹ്ലാദ പ്രകടനങ്ങളും ആഹ്ലാദവും അലയടിക്കുന്ന ചിത്രങ്ങളാണ് ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അങ്കബൂത്തിലൊരായത്ത് വകഅയ്യിൻ മിൻ നബിയ്യിൻ ഖാതല മാഹു റിബ്ബിയൂന കസീർ ഫമാ വഹനു ലിമാ അസാബഹും ഫി സബീലില്ലാഹ് വമാ ളഅഫു വമസ്തഖാനു വല്ലാഹു യുഹിബ്ബുസ് സാബിരീൻ. വകഅയ്യിൻ മിൻ നബിയ്യിൻ ഖാതല മാഹു റിബ്ബിയൂന കസീർ. എത്ര പ്രവാചകന്മാരാണ് അവരോടൊപ്പം ദൈവഭക്തന്മാർ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അനുഭവിച്ച ദുരിതങ്ങൾക്കൊന്നും അവരെ തളർത്തിയില്ല, അവർ തളർന്നില്ല. അവർ ദുർബലരാവുകയും ചെയ്തില്ല. അവർ കീഴടങ്ങുകയോ ചെയ്തില്ല. വല്ലാഹു യുഹിബ്ബുസ് സാബിരീൻ. ആ ശമാശീലുക്കളെ അള്ളാഹു ഇഷ്ടപ്പെടും. ഇങ്ങനെയൊക്കെ ആയിട്ടും കീഴടങ്ങുകയോ ഇങ്ങനെയൊക്കെ ആയിട്ടും ദുർബലരാകുകയോ ചെയ്യാതെ ലോകത്തിന്റെ മുമ്പിൽ വീറോടുകൂടി നിൽക്കുന്ന ഗസക്കാരെ അല്ലെങ്കിൽ പലസ്തീനികളെ ലോകം അത്ഭുതത്തോടു കൂടിയാണ് വീക്ഷിക്കുന്നത്. ഇതിനിടക്ക് ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്ന, ഇസ്രായേലിന്റെ കയർ എന്ന് പറയാവുന്ന അമേരിക്കയിൽ പുതിയ പ്രസിഡന്റ് സ്ഥാനാരോഹണം നടത്താൻ ഇരിക്കവേ അയാളെന്ന് പറഞ്ഞത്, ഞാൻ പലസ്തീനിനെ മാത്രമല്ല എല്ലാ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെയും കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞ ആ അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ പലസ്തീനിനെ ഞാൻ കത്തിക്കുമെന്ന് പറഞ്ഞ, തിങ്കളാഴ്ച പറഞ്ഞത് പലസ്തീനിനെ ഞാൻ കത്തിക്കും. പക്ഷെ ചൊവ്വാഴ്ച ഒരാളെ വീട്ടിൽ നിന്ന് വന്ന തീ, അടുപ്പിൽ നിന്ന് പുറത്തേക്ക് വന്ന തീ ഏകദേശം 45,000 ഏക്കറയോളം വിശാലമായ ഒരു ഭൂഭാഗത്തെ പൂർണ്ണമായി കരിച്ചു കളഞ്ഞിരിക്കുന്നു. 10,000-കണക്കിന് വമ്പൻ കെട്ടിടങ്ങൾ, പോർഷ് വീടുകൾ കത്തിക്കരിഞ്ഞു പോയിരിക്കുന്നു. കണക്കാക്കാൻ കഴിയാത്ത ബില്യൺ കണക്കിന് ഡോളറുകൾ, അത്രയും വലിയ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നു. ഇപ്പോഴും ആ തീ അണക്കാൻ സാധിച്ചിട്ടില്ല. അതിസാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഏത് തീയെയും കെടുത്താൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് അഹങ്കരിച്ച ഒരു രാജ്യമാണത്. പക്ഷെ തീയിനെ എങ്ങനെ കെടുത്താൻ അവരുടെ കയ്യിൽ എല്ലാ സാങ്കേതിക വിദ്യയും ഉണ്ടായപ്പോൾ കാറ്റ്, ആ 140 കിലോമീറ്റർ സ്പീഡിൽ അടിക്കുന്ന കാറ്റ് ആ തീയിനെ വീണ്ടും വീണ്ടും കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
കാറ്റിനെ വിളരുന്നോണ്ട് ശൈത്താൻ കാറ്റ് എന്ന് പേരിട്ടാലും ശരി, കാറ്റ് പിന്നെയും അടിക്കുകയാണ്. നമ്മളത് ലോകത്ത് ഭയങ്കര അത്ഭുതമായിട്ടാണ് കാണുന്നത്. ഇതിനടക്കം അമേരിക്ക അതിന്റെ സാങ്കേതിക വിദ്യയും അതിന്റെ വിദ്യുത് ശക്തിയും ഒക്കെ ഉപയോഗിച്ച് തീ കെടുത്താൻ വേണ്ട എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടും കഴിയുന്നില്ല. ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ പശ്ചാത്തലത്തിൽ ചില വസ്തുതകൾ നമ്മൾ തിരിച്ചറിയുന്നത്. ഒന്ന്, അമേരിക്കൻ ജനതക്ക് അള്ളാഹ് കൊടുത്ത ശിക്ഷയാണ് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെ നേർക്കുനേരെ ശിക്ഷയാണെന്ന് പറയാൻ അള്ളാഹു താല നമുക്ക് അധികാരം തന്നിട്ടില്ല. അമ്പിയാക്കന്മാരുള്ളപ്പോഴൊക്കെ അള്ളാഹുവിന്റെ ഇത്തരം ഇടപാടുകളെ അമ്പിയാക്കന്മാർക്ക് കിട്ടുന്ന വഹിയിലൂടെ ഇത് ശിക്ഷയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യ സമൂഹ ഗോത്രങ്ങളെ കാറ്റടിച്ച് നശിപ്പിച്ചപ്പോഴൊക്കെ അത് ശിക്ഷയാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ലൂത്ത് നബിയുടെ ജനതയെ കീഴ്മേൽ മരിച്ചപ്പോൾ ശിക്ഷയാണ് എന്ന് ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരം പരീക്ഷണങ്ങൾ ഒരു വഹീന്റെ അടിസ്ഥാനത്തിൽ അത് ഒരു പരീക്ഷണമാണോ ശിക്ഷയാണോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നേരെ ശിക്ഷ എന്നൊരാൾക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ചില സാഹചര്യങ്ങളും വസ്തുതകളും മുന്നിൽ വെച്ച് ഒരാൾ ഇതിനെ ശിക്ഷയാണ് എന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കാനും കഴിയില്ല. അതെന്താ ചോദിച്ചാൽ, ലോകത്ത് ഇത്രയേറെ നാശം വിതച്ചൊരു രാജ്യം അമേരിക്ക പോലെ വേറില്ല. അമേരിക്ക ഉണ്ടായിരുന്ന തന്നെ കൊളംബസ് കുട്ടനും അമേരിക്ക കണ്ടുപിടിച്ചതിന് ശേഷം 1400-കളിലാണ്. അവിടെ തദ്ദേശവാസികളായ ആളുകൾ ഉണ്ടായിരുന്നു. ലോകത്തിന് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ഭൂഖണ്ഡമുള്ളത്. അങ്ങനെ ആ ഭൂഖണ്ഡം കണ്ടുപിടിച്ച് യൂറോപ്യന്മാർ അവിടേക്ക് ചെല്ലുകയാണ്. തദ്ദേശവാസികളായ കറുത്ത വർഗക്കാരായ യഥാർത്ഥ അമേരിക്കക്കാരെ പൂർണ്ണമായും കൊന്നൊടുക്കിയും അടിമകളാക്കിയും നശിപ്പിച്ചും ഈ വെളുത്ത വർഗക്കാരായ യൂറോപ്യന്മാർ അമേരിക്കയിൽ ആധിപത്യം നേടുകയാണ്. അവരാണ് പിന്നെ അമേരിക്കൻ അധികാരികളായി മാറുന്നത്. അതിനുശേഷം ആ രാജ്യം, മുതലാളിത്ത രാജ്യം അനുവർത്തിച്ച തിന്മകൾക്ക് കയ്യും കണക്കില്ല. തദ്ദേശവാസികളെ കൊന്നൊടുക്കി അധികാരം കൈയാടി അവരുടെ മനസ്സിൽ മുഴുവൻ ആക്രമണത്തിന്റെയും കീഴടക്കലിന്റെയും വെട്ടിപ്പിടിക്കലിന്റെയും മനസ്സാണ്. ലോകമഹായുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് അവരാണ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ടത് അവരാണ്. അഫ്ഗാനിസ്ഥാനിൽ 10 ലക്ഷം ആളുകളെ കൊന്നത് അവരാണ്. ഇറാഖിൽ ദശലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നത് അവരാണ്. വിയറ്റ്നാമിലും കംബോഡിയയിലും മനുഷ്യരെ കൂട്ടക്കുരുതിക്ക് നേതൃത്വം കൊടുത്തത് അവരാണ്. ശരിക്കും കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾ കഴിഞ്ഞാൽ, സ്റ്റാലിൻ, മാവോ സേതുസിംഗ് പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നൊടുക്കിയ ആളുകൾ യഥാർത്ഥത്തിൽ അമേരിക്കൻ ഭരണാധികാരികളോ അമേരിക്കയുമാണ് എന്ന് കാണുന്നത്. കൊന്നൊടുക്കിയെന്ന് മാത്രമല്ല, ലോകത്ത് ഈ അക്രമത്തിന്റെ വിത്തുകൾ വിതരണം ചെയ്യുന്നത് അവരാണ്. ഇപ്പൊ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇത്രയേറെ നാശം വിതക്കുമ്പോൾ അതിന് സർവ്വവിധ പിന്തുണയും എല്ലാം ഒരുക്കി കൊടുക്കുന്നത് അമേരിക്കയാണ്. നമ്മൾ പഠിക്കേണ്ടതാണ്. എത്ര തവണ ഐക്യരാഷ്ട്രസഭയിൽ വന്ന പ്രമേയങ്ങളെ വീറ്റോ ചെയ്ത് ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും കൊടുത്തത് ഈ അമേരിക്കയാണ്. ഇപ്പൊ പലസ്തീനിലെ കുഞ്ഞുമക്കളെയും ആളുകളെയും നിർദാക്ഷിണ്യം കൊന്നൊടുക്കുമ്പോ ലോക മനസ്സാക്ഷിയും മനുഷ്യത്വമുള്ളവരൊക്കെയും അതിനെ കടുത്ത ഭാഷയിൽ എതിർക്കുമ്പോൾ അമേരിക്കയിലെ സാധാരണ പൗരന്മാരുടെ മനസ്സുപോലെ അതിനെതിരാകുമ്പോഴും അമേരിക്കൻ ഭരണകൂടങ്ങളും ആളുകളും അതിനെ കൂടുതൽ നശിപ്പിക്കണമെന്നും കത്തിക്കണമെന്നും ഇസ്രായേലിനെ പിന്തുണക്കണമെന്നും പറയുന്നവരാണ്. അങ്ങനെ നാശം വിതച്ച ഒരു രാജ്യം ഞങ്ങൾ എന്തു ചെയ്യും, ഞങ്ങൾക്ക് എന്തിനും കഴിയും എന്ന് അഹങ്കരിക്കുമ്പോൾ അവരുടെ അഹങ്കാരത്തിനേറ്റ ഒരു ക്ഷതമായി ഈ തീപിടുത്തത്തെ ആരെങ്കിലും വ്യാഖ്യാനിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല.
ഇസ്ലാമികമായി അങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും അതിലും ചില വസ്തുതകളില്ലേ. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ ചെറിയ ശിക്ഷകൾ നൽകും, വലിയ ശിക്ഷകൾക്ക് പുറമെ. അമേരിക്ക ചെയ്തു കൂട്ടിയ തിന്മകൾക്കൊക്കെ അള്ളാഹ് നാളെ ശിക്ഷ കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ്. കാരണം അതിന് മാത്രം ലോകരാജ്യങ്ങളെ മുഴുവൻ തമ്മിലടിപ്പിച്ചവരായി സാമ്രാജ്യത്വം. ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യ, ചൈന തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും അമേരിക്ക തുടങ്ങിയ മുതലാളിത്ത രാജ്യങ്ങളും ലോകത്ത് വിതരണം ചെയ്ത തിന്മകൾക്ക് കയ്യും കണക്കുമില്ല. എത്ര കോടി മനുഷ്യരെയാണ് ഇവർ കൊന്നൊടുക്കി തീർത്തത്. എല്ലാ രാജ്യങ്ങളെയും തമ്മിലടിപ്പിക്കുന്നതും, ഓരോ രാജ്യവും കീഴടക്കിയെന്ന് മാത്രമല്ല, കീഴടക്കിയ രാജ്യം വിട്ടുപോകുമ്പോ തമ്മിൽ അതിർത്തി തർക്കങ്ങളിലൂടെ തമ്മിലടിക്കാവുന്ന വിധത്തിൽ എല്ലാ വൃത്തികേടുകളും ചെയ്തു വച്ചിട്ടാണ് ഇവർ പോയത്. പലസ്തീനിനെ തന്നെ കീഴടക്കിയ ബ്രിട്ടൻ പലസ്തീൻകാരറിയാതെ ആ നാട് ഇസ്രായേലിന് വിറ്റതാണ്. എന്തു വലിയ ചതിയാണ് കാണിച്ചതെന്ന് പറയും. ഈ ചതികളൊക്കെ കാണിച്ച ആളുകൾ വീണ്ടും ഞങ്ങൾ കത്തിക്കും, ഞാൻ അധികാരത്തിലെത്തും എന്നൊക്കെ പറയുമ്പോൾ തിങ്കളാഴ്ച ആ പാപങ്ങളെ വീണ്ടും കത്തിക്കുന്ന അധികാരം തിങ്കളാഴ്ച പറയുമ്പോൾ ചൊവ്വാഴ്ച ദിവസം തന്നെ അവരുടെ ഈ ജാതി തീപിടുത്തത്തിൽ പെടുമ്പോൾ അത് അള്ളാന്റെ ഒരു ഇടപെടലല്ലേ എന്ന് മനുഷ്യർ ചിന്തിച്ചു പോകുന്നതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം പരീക്ഷണങ്ങൾ ഉണ്ടാവും. ഇപ്പൊ അമേരിക്കക്ക് മാത്രമല്ല, നമുക്ക് നാളെ തീപിടുത്തം ഉണ്ടാവും, വെള്ളപ്പൊക്കം ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. അത് ഖുർആൻ തന്നെ പറഞ്ഞു, വിശ്വാസികൾക്കും അള്ള പരീക്ഷണം ഹസിബത്തും ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സത്തുകുമുൽ ബഅ്സാഉ വദ്ദറാ വസൽസിലു ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനു മഅഹു മത്താ നസ്റുല്ലാഹ്. നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിലുണ്ടാവും. പക്ഷേ ആ ദുരിതങ്ങൾക്ക് അപ്പുറം അതിനെ മറ്റൊരു രീതിയിൽ വരുമ്പോൾ അത് ശിക്ഷയായിട്ട് അള്ളാഹു പരിഗണിക്കും. ചില പരീക്ഷണങ്ങളെ വിശ്വാസികൾ ശിക്ഷയാണോ എന്ന് പരിശോധിക്കാൻ ബാധ്യസ്ഥരാണ്. ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൊന്നൊടുക്കുമ്പോൾ അപ്പൊ കണ്ട് രസിക്കുകയും ആനന്ദിക്കുകയും, അതിലെ ഏറ്റവും കൂടുതൽ പണം നഷ്ടപ്പെട്ട സിനിമാക്കാരായ ഹോളിവുഡിലെ വലിയ വലിയ സിനിമാ താരങ്ങളുടെ കോടിക്കോടി രൂപയുടെ വലിയ വലിയ കെട്ടിടങ്ങൾ നശിച്ചു. ഈ ഹോളിവുഡ് നടൻ പോലും പറഞ്ഞത് പലസ്തീനികളെ മുഴുവൻ ചുട്ട് കൊന്നൊടുക്കണമെന്നായിരുന്നു. ആ പറഞ്ഞ ആൾക്ക് ഒന്നുമില്ലാത്ത വിധം സകലതും ഇങ്ങനെ കോടിക്കോടി രൂപയുടെ വലിയ കെട്ടിടങ്ങൾ ഇങ്ങനെ കത്തി നശിക്കുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതില് പഠിക്കേണ്ട മറ്റൊരു പാഠം, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പിൻബലത്തിൽ ഞങ്ങൾ എന്തൊക്കെ ആയി എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല എന്നുള്ളത് കാണിച്ചു കൊടുക്കുകയാണ്. ഇവര് പറഞ്ഞത് ഏത് തീപ്പൊരി ഉണ്ടെങ്കിലും എവിടെ ഇരുന്നിട്ടും ആക്കാൻ കഴിയുമെന്ന്, കെടുത്താൻ കഴിയുമെന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. തങ്ങളുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ മനുഷ്യൻ എത്ര പുരോഗതി പ്രാപിച്ചാലും ശാസ്ത്ര സാങ്കേതിക വിദ്യ കൊണ്ട് മനുഷ്യന് മറ്റുള്ളവരെ നശിപ്പിക്കാനൊക്കെ ഉപയോഗിച്ചാലും തങ്ങളെ സ്വയം രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളത്. ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണല്ലോ ഈ വലിയ ബോംബുകളും ഈ വലിയ ആക്രമണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ തങ്ങളെ രക്ഷിക്കാൻ പോലും അതിന് കഴിയില്ല എന്ന വസ്തുതയാണ് യഥാർത്ഥത്തിൽ ഇത് മനുഷ്യരെ പഠിപ്പിച്ചത് എന്ന് കാണാൻ സാധിക്കും. മാത്രമല്ല, ചില സംഗതികൾ നമ്മൾ മനസ്സിലാക്കണം. ഖുർആനിലെ അല്ലാഹു തആല പറയുന്നുണ്ട്, ഈ ഭൂമിയിൽ ഈ നാശം പൊട്ടിപ്പുറപ്പെടുന്നതൊക്കെ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. സാധാരണ ഇതിപ്പോ അമേരിക്ക അല്ലാത്തൊരു രാജ്യത്താണെങ്കിൽ നമുക്കറിയാം, അവർക്ക് സാങ്കേതിക, പക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യയും കഴിവും സമ്പത്തും കേന്ദ്രീകരിച്ച സ്ഥലം നോക്കിക്കൊണ്ടാണ് അല്ലാഹു തആല ഈ ഇത് നമുക്ക് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. കുറച്ച് ദിവസമൊന്നല്ല, 10 ദിവസമായിപ്പത്. എന്നിട്ടും ഇത് അതിന്റെ ശരിയായ ചിത്രമൊന്നും പുറത്തേക്ക് വന്നിട്ടില്ലെന്നാ പറയുന്നത്. ശരിക്കും അങ്ങനെ വരുമ്പോ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമ്മൾ പഠിക്കണം. അപ്പൊ നമ്മളും മനസ്സിലാക്കേണ്ടത് അവർക്കല്ല പരീക്ഷണം, നമുക്കും കൂടിയാണ്, എല്ലാവർക്കുമാണ്. അമേരിക്കക്ക് ഇങ്ങനെ നമ്മളൊക്കെ വിചാരിക്കും സുരക്ഷിതമായ വീട്ടിൽ നമ്മളിങ്ങനെ കഴിയാണ്, നമുക്കൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഖുർആനിലെ സൂറത്ത് യാസീൻ പഠിക്കുമ്പോൾ കാണാൻ കഴിയും. യാസീൻ സൂറത്തിൽ സാഹിബ് യാസീൻ എന്ന് പറയുന്ന ഒരാൾ, അതായത് 3 പ്രവാചകന്മാരെ സത്യപ്പെടുത്തിക്കൊണ്ട് കടന്നു വന്ന ഒരു 4ാമത്തെ മനുഷ്യൻ. സാഹിബ് യാസീൻ എന്ന് സാധാരണ മുഫസ്സിറുകൾ പറയാറുണ്ട്. യാസീനിലെ സാഹിബ്. ഇദ്ദേഹം പ്രവാചകന്മാരെ സത്യപ്പെടുത്തി പറഞ്ഞപ്പോൾ ആ ജനത അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു.
അങ്ങനെ കൊന്നുകളഞ്ഞതിനെ വിശകലനം ചെയ്തിട്ട് പിന്നെ അള്ളാഹ് പറഞ്ഞു വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബാദിഹി മിൻ ജുൻദിൻ മിനസ് സമാഇ വമാ കുന്നാ മുൻസിരീൻ. ആ പ്രബോധകരെ കൊന്നതിന്റെ പേരിൽ അള്ളാഹു തആല ആ ജനതയെ ശിക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. അതിന് അള്ളാഹ് ഇയാളെ കൊന്ന പോലെ ഒരു സൈന്യത്തിന് ആകാശത്ത് നിന്ന് ഇറക്കണ പണിയൊന്നുമില്ല. അള്ളാഹിന്റെ ഒരു പ്രബോധകരെ നിഷ്ഠൂരമായി കൊന്നപ്പോ അള്ളാഹ് ശിക്ഷിക്കാൻ തീരുമാനിച്ചത് ഒരു സൈന്യം ഇങ്ങനെ ആകാശത്ത് നിന്ന് ഇറങ്ങി വരിക, എന്നിട്ട് സൈന്യം ആരെ കൊല്ലുന്നത് എന്ന് ചോദിക്കുക, അങ്ങനെ കൊല്ലലല്ല. പകരം ഇൻ കാനത്ത് ഇല്ലാ സ്വൈഹത്തൻ വാഹിദ ഫഇദാ ഹും ഖാമിദൂൻ, ഒരൊറ്റ ഘോര ശബ്ദം, അതോടെ എല്ലാവരും കെട്ടടങ്ങി കഴിയും. അള്ളാഹ്ക്ക് അത്രേ വേണ്ടു. പടച്ചോന്റെ ഒരു ശബ്ദം, ഒരൊറ്റ ഘോര ശബ്ദം, അതോടുകൂടി ആ ജനത മുഴുവൻ കെട്ടടങ്ങി കഴിഞ്ഞു. നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ, 3000-ഓളം വരുന്ന അക്രമകാരികൾ 3 ആഴ്ച പണിയെടുത്തിട്ടാണ് 3000-ഓളം വരുന്ന മുസ്ലിമീങ്ങളെ ഗുജറാത്തിൽ കൂട്ടപ്പോയത്, വംശഹത്യ നടത്തിയത്. ഒരൊറ്റ തോക്കിലാണ്ട് കൊന്നതല്ല, 3 ആഴ്ചയോളം അക്രമ പ്രവർത്തനം നടത്തി 3000-ഓളം വരുന്ന അക്രമകാരികൾ കൊന്നൊടുക്കിയത് 3000 മുസ്ലിമീങ്ങളെ. അതിന് 3000 മുസ്ലിങ്ങൾ ഒറ്റയ്ക്കുമല്ലല്ലോ, പണിയെടുത്തിട്ട് ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് വീടുകൾ കീറി ആക്രമിച്ച് അങ്ങനെ പാടുപെട്ട് കത്തിച്ചിട്ടാണ് മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയത്. പക്ഷെ നിങ്ങൾ നോക്കിയേ, ആ ഗുജറാത്ത് കലാപം 2002 നടക്കുമ്പോ അതിന്റെ തൊട്ടു മുമ്പ് ഗുജറാത്തിൽ ഒരു ഭൂകമ്പം നടന്നിരുന്നു, ഭുജില്. ആ ഭൂകമ്പത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ 1.5 മിനിറ്റിൽ താഴെയാണ് ഭൂകമ്പം ഉണ്ടായത്. പക്ഷെ 10,000-ത്തിലധികം ആളുകൾ ഒറ്റയടിക്ക് മണ്ണിനടിയിലേക്ക്. അല്ലാഹു തആലക്ക് അത്രേ ഉള്ളൂ. നിങ്ങൾ ഈ കിടന്ന് പടാപ്പാട് വിട്ട് കാട്ടിക്കൂട്ടുന്നത് അതൊന്ന് വിചാരിച്ചാൽ സെക്കൻഡ് മതി, നേരെ ഭൂമിക്കടിയിലേക്ക്. ഇനി നിങ്ങൾ നോക്കിയേ, ഇപ്പോ ഇസ്രായേല് 1.25 വർഷത്തിലധികം എടുത്തിട്ട് പലസ്തീനികളുടെ സകല കെട്ടിടങ്ങളും സമ്പത്തുകളും കത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട്, ഞാൻ പറയുന്നു ഇപ്പൊ അമേരിക്കയിൽ കത്തിയതിന്റെ ചെറിയൊരു അംശം പോലും ആവില്ല. ആരും കത്തിച്ചാലും അന്ന് കത്തിച്ചാണ്. പക്ഷെ അള്ളാഹ് വിചാരിച്ചതോടുകൂടി പിന്നെ രണ്ട് കാറ്റും ഒരു തീയും ഉണ്ടായപ്പോഴേക്കും ഭയങ്കര മാറ്റം. അതിന് നിമിഷങ്ങൾ മതി അമേരിക്ക കെട്ടിപ്പൊട്ടിണ്ടാക്കിയ ബില്യൺ കണക്കിന് ഡോളറുകൾ ഒരാഴ്ചക്കുള്ളിൽ കത്തിത്തീർന്നു. ഇനി നമ്മൾ വേറെ ഉദാഹരണം ആലോചിച്ച് നോക്കിയാൽ, ഇപ്പോ എത്ര പേരാണ് 1.25 കൊല്ലം കൊണ്ട് ഈ ജാതി മാരകായുധങ്ങൾ ഉപയോഗിച്ച് നിഷ്ഠൂരമായി പിഞ്ചു കുഞ്ഞുങ്ങളെ പോലെ കൊന്നടക്കിയിട്ട് 70,000 ആള് മുസ്ലിം പലസ്തീനികളല്ലേ കൊന്നിട്ടുള്ളൂ. പക്ഷെ അതിന്റെ തൊട്ടു മുമ്പ് ദശലക്ഷക്കണക്കിനല്ല കോടിയോളം വരുന്ന ആളുകളെയല്ലേ കൊറോണ എന്ന് പറഞ്ഞ കണ്ണുകൊണ്ട് കാണാത്തൊരു ജീവനെ അള്ള ഭൂമിയിൽ കെട്ടിട്ട് കൊന്നൊടുക്കിയത്. ആ കൊറോണ കാണാൻ പോലും പറ്റാത്ത കൊറോണ ഭരണാധികാരികളടക്കമുള്ള സിനിമാ നടന്മാരടക്കമുള്ള സ്പോർട്സ് താരങ്ങളടക്കമുള്ള അതിസമ്പന്നരടക്കമുള്ള ആളുകളെ, കൊട്ടാരങ്ങളിലെ രാജാക്കന്മാരെ വരെ ആ കൊറോണ ദശലക്ഷക്കണക്കിന് മനുഷ്യരെ ഒന്നിച്ചു കൊന്നു. എന്താ ഇതിന് പഠിക്കാനുള്ളത്? നിങ്ങളൊക്കെ എത്ര പാടുപെട്ട് കൊന്നു നൽകിയാലും അതിനേക്കാളൊക്കെ നിമിഷാർത്ഥത്തിൽ അള്ളാഹുവിനെ ചെല്ലാൻ കഴിയും. പിന്നെ എന്തായി കാട്ടിക്കുട്ടിയ ലോസ് ആഞ്ചൽസും അതേ കാലിഫോർണിയയും ഹോളിവുഡൊക്കെ സുഖാഡംബര പ്രമത്തതയുടെയും കാട്ടിക്കൂട്ടലിന്റെയും ലോകത്ത് അമേരിക്കക്ക് കാശ് തന്നെ വരുന്നത് ഹോളിവുഡിന്റെ പണം കൊണ്ടാണെന്നവർ. ഹോളിവുഡോ സാംസ്കാരിക അധിനിവേശം നടത്തുകയാണ് ചെയ്തത്. ഹോളിവുഡിൽ നിന്നൊക്കെ വരുന്ന ചില സിനിമകൾ ഇസ്ലാം വിരുദ്ധമായിക്കൊണ്ട് മുസ്ലിം വിരുദ്ധമായ നിലയിൽ അങ്ങേയറ്റത്തെ ആക്രമണമാണ് നടത്തിയത്. ഒരു നാടിനെ നാം നശിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ അതിലെ സുഖലോന്മാരോട് നാം കൽപ്പിക്കും, ഒന്ന് സുഖിക്കാൻ പറയും. എന്നിട്ട് അവരുടെ സുഖാഡംബരത്തിൽ മുഴുകുമ്പോഴോ അവർ ധിക്കാരം പ്രവർത്തിച്ചു തുടങ്ങും. അങ്ങനെ അള്ളാഹിന്റെ ശിക്ഷാവിധിക്ക് അവർ അർഹരായിത്തീരും. അതുവഴി അള്ളാഹു ആ നാടിനെ അങ്ങ് നശിപ്പിച്ചു തീർക്കും. അങ്ങനെ എത്ര അല്ലെ ഫിറഔൻ കിടന്ന് നിഗളിച്ചു, അള്ളാഹ് നശിപ്പിച്ചു. യൂത്തിന്റെ ജനതകളിൽ നിഗളിച്ചു, അള്ളാഹു താനെ നശിപ്പിച്ചു. ആകെ സമൂഹ ഗോത്രങ്ങൾ അന്നത്തെ അവസ്ഥയിൽ മുതലാളിത്ത പ്രമുഖതയിൽ അവർ കാട്ടിക്കൂട്ടി
കാറ്റടിച്ച് നശിപ്പിച്ചു. മഹാന്മാര് ഇതിനെ വിശകലനം ചെയ്തിട്ട് പറയുന്നുണ്ട്, ഈ അള്ളാഹുവിന്റെ സൈന്യം എന്ന് പറഞ്ഞ കുറെ സൈന്യങ്ങളുണ്ട്. അമേരിക്കക്ക് ഇസ്രായേലിന് ആറ്റം ബോംബ് അല്ലെങ്കിൽ വേറെ മിഷൻ ഗണ്ണ് ഇതൊക്കെ വെച്ചാൽ എത്ര ആകുക എന്നുള്ളത് നമുക്കറിയാം. അള്ളാഹുടെ സൈന്യത്തിനായിട്ട് ആലിമീങ്ങൾ പറയാറ്, അതിലെ സൈന്യങ്ങളായിട്ട് പറയാറ് അശദ്ദു ജുനൂദില്ലാഹി വഹിയൽ ജിബാൽ, പർവ്വതങ്ങളാണ്. അർറവാസി, വലിയ 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 പർവ്വതങ്ങൾ. വൽ ഹദീദ്, ഇരുമ്പ്. വന്നാർ, തീ. വൽ മാൽ, വെള്ളം. വസ്സഹാബ്, വദ്യഹ്, മേഘങ്ങളും കാറ്റുകളും. ഇതൊക്കെയാണ് അള്ളാഹുടെ സൈന്യം. വെള്ളം ഉപയോഗിച്ചിട്ട് വെള്ളം കൊണ്ട് എത്തണം. സുനാമി ഉണ്ടായത് കടലിൽ വെള്ളം കുടിച്ചിട്ട് ഒരു സ്ഥലത്തുണ്ടായ സുനാമി കൊണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യരെ പല ഭാഗത്താണ് കൊന്നത്. കാറ്റടിച്ചിട്ട് എത്ര പേർ, ഭൂകമ്പം ഉണ്ടായിട്ട് എത്ര പേർ. അപ്പൊ ആലിമീങ്ങൾ പറഞ്ഞു അള്ളാഹുടെ സൈന്യം ഉണ്ട് ഇവിടെ. മനുഷ്യരുടെ മേൽ അക്രമം കാണിക്കുമ്പോ പടച്ചോന്റെ സൈന്യങ്ങളെ കൊണ്ട് അല്ലാഹു തആല സൈനിക ഇടപെടലുകൾ നടത്തും. ആ ഇടപെടലുകൾ നടത്തിയതാണ് ഫിർഔനിന്റെയും ഹാമാന്റെയും കാരൂനിന്റെയും അധപതനം. ആ ഇടപെടൽ നടത്തിയതാണ് ആദ് സമൂദ് ഗോത്രങ്ങളുടെയും ഖൗമ് ലൂത്തിന്റെയും ഒക്കെ ജനതയുടെ അവശിഷ്ടങ്ങളുടെ ചരിത്രം എന്ന് നമ്മൾ പഠിക്കണം. ശരിക്കും ഒരു വിശ്വാസിക്ക് ഒരുപാട് പഠിക്കാനും ആവേശം കൊള്ളാനും പറ്റുന്ന കുറെ സംഗതികൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാവുകയാണ്. അതിനേക്കാളൊക്കെ ഏറ്റവും അത്ഭുതം ഇപ്പോഴും ഹമാസുമുണ്ട്, ഗസയുമുണ്ട്. കുറെ കുട്ടികളൊക്കെ കൊന്നിട്ടുണ്ട്. കൊന്ന 1.25 കൊല്ലം കുറെ കുട്ടികൾ അവർ പെറ്റിട്ടുണ്ട്. ഇനിയും പെറ്റു തീർക്കും. ഇനിയും അവർ പെറും. ആ കുട്ടികളൊക്കെയും ഇനിയും ആവേശത്തോടു കൂടി വളരും. അവര് ഇനിയും ഈ ബന്ധത്തിൽ തന്നെ ഉയരും. ലോകം അതാണ് ഞെട്ടണം. അതുകൊണ്ടാ നെതന്യാഹുവിന്റെ മന്ത്രിസഭയിലെ ആളുകൾ കിടന്ന് കരയുന്നത്. അവര് പ്രകടനം നടത്തുന്നത്. തോറ്റുപോകും നമ്മളിത് പറയുന്നത്. എന്നിട്ടോ 200 ആളെ കിട്ടാൻ വേണ്ടി 10,000 ബന്ദികളെ വിട്ടുകൊടുക്കാനുള്ള കരാറിൽ ഒപ്പിടേണ്ടി വന്നിരിക്കുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കണം. അവരെ കൂട്ടത്തിൽ കുറെ ആൾ ഷഹീദായിട്ടുണ്ട്. അന്ന് കുറെ ആൾക്കാരെ ഷഹീദായി വിളിക്കുകയും ചെയ്യും. അവരവിടുത്തെ ദുരിതം കണ്ട ആൾക്കാർക്കറിയാം അവർ ഷഹീദായത് നന്നായി. നമ്മളൊക്കെ ഇസ്രായേലിലും പലസ്തീനിലൊക്കെ പോകുമ്പോൾ കാണണം, പലസ്തീനി മക്കൾ ഈ ദുരിതത്തിൽ ജീവിക്കണേക്കാന്നല്ലേ ഷഹീദായിട്ട് അള്ളാന്റെ അടുത്തേക്ക് നേരത്തെ ചെല്ലലല്ലേ നല്ലത്. അങ്ങനെ കുറച്ച് ആൾക്കാർ അള്ളാഹ് നേരത്തെ ചെന്നിട്ടുണ്ടാവും. പക്ഷേ ഇസ്രായേലിന് ഒന്നും നേടാൻ കഴിഞ്ഞില്ല എന്നതാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ഒപ്പം ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നു. നമ്മളും മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ ശിക്ഷകൾ ഏത് സമയത്തും നമുക്കും വരാം. ഏത് സമയത്തും ആ ശിക്ഷ നമ്മളെയും പിടികൂടാം. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിന്റെ ശിക്ഷകളെ ഭയപ്പെടുക എന്നത്. നമ്മൾ ഈ ഭൂമിയിലൊക്കെ ജീവിക്കുമ്പോൾ എപ്പോഴും കാറ്റും വരാം, എല്ലാം വരാം, ഏത് ആക്രമണവും വരാം. ومنهم من أرسلنا عليه حاصبا ومنهم من أخذته الصيحة ومنهم من خسفنا به الأرض ومنهم من أغرقنا وما كان الله ليظلمهم ولكن كانوا أنفسهم يظلمون. അല്ലാഹു പറയാ, അങ്ങനെ അവരൊക്കെ തങ്ങളുടെ പാപങ്ങളുടെ പേരിൽ നാം പിടികൂടി. وكلا أخذنا بذنبه ومنهم من أرسلنا عليه حاصبا, അവരിൽ ചിലരുടെ മേൽ നാം ചരൽക്കല്ലുകൾ വർഷിപ്പിച്ചു. ومنهم من أخذته السيئة, ചിലരെ ഘോര ശബ്ദം പിടികൂടി. ومنهم من خسفنا به الأرض, ചിലരെ നാം ഭൂമിയിലേക്ക് ആഴ്ത്തി. ومنهم من أغرقنا, ചിലരെ നാം മുക്കി. وما كان الله ليظلمهم, അവിടെ പ്രധാന പോയിന്റ്, അല്ലാഹു മനുഷ്യരോട് അക്രമം കാണിച്ചതല്ല. ولكن كانوا أنفسهم يظلمون, മനുഷ്യർ അവരോട് തന്നെ സ്വയം അക്രമം കാണിച്ചതാണ്. മനുഷ്യന്മാരെന്നെ വരുത്തിക്കൂട്ടി അക്രമത്തിന്റെ ദുരന്തമാണ് ഇവരെന്ന് അനുഭവിക്കുന്ന കാര്യം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്കൊക്കെ എന്ത് ധൈര്യത്തിലാണ് ഇവിടെ കഴിയുന്നത്, എങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയും? രാത്രിയിൽ അവർ ഉറക്കത്തിലായിരിക്കും, അവരെ ശിക്ഷ വന്ന് പിടികൂടുകയില്ല എന്ന്. നിങ്ങൾ എന്ത് നിർഭയാവസ്ഥയിലാണ്. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴേ ലക്ഷക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിക്കേണ്ട ഭൂമി, നമ്മളെ മേലെ ഒരു ശിക്ഷ വരൂല എന്ന് എന്ത് ധൈര്യം നിങ്ങൾക്ക്? നിങ്ങൾ പകല് കളിച്ചു രസിച്ചു കൊണ്ടിരിക്കും, നിങ്ങൾക്ക് ശിക്ഷ വരൂല എന്ന് ധൈര്യം കേൾക്കുന്നത്. അങ്ങനെ അള്ളാഹുവിന്റെ തന്ത്രത്തെ പറ്റി നിങ്ങൾ നിർഭയരാണോ?
എന്നാൽ അറിയുക, നശിച്ച ജനമല്ലാതെ അള്ളാഹുവിന്റെ തന്ത്രത്തെ പറ്റി നിർഭയരാവൂല. അള്ളാഹുവിന്റെ തന്ത്രത്തെ കുറിച്ച് നിർഭയരാവൂല. എല്ലാ മുതലും കാശുള്ള അമേരിക്കക്കാരിട്ടിട്ട് ഇങ്ങനെ തങ്ങളുടെ വീടും സ്വത്തും പറമ്പും നാടും കത്തിയ വരുന്നത് കണ്ണീരോടുകൂടി കരഞ്ഞു നോക്കി നിൽക്കാനല്ലാതെ 21-ാം നൂറ്റാണ്ടിലെ 2025 അമേരിക്കക്കാരൻ ഉണ്ടാക്കിയെടുത്ത സകല മുതലും ഒന്നിച്ചിരുന്ന് കത്തുന്നത് നോക്കിക്കണ്ട് കരയുന്ന ഒരു ചിത്രം ലോകത്തിന് മുമ്പിൽ അള്ളാഹ്ക്ക് കാണിച്ചു തരാൻ കഴിഞ്ഞെങ്കിൽ അള്ളാഹ് ചോദിക്കുകയാണ്, അള്ളാഹിന്റെ തന്ത്രത്തെ കുറിച്ച് നിരാശരാകേണ്ട നിങ്ങൾ എന്നാണ് പറയുന്നത്. വിശ്വാസികൾക്ക് ഒരുപാട് പാഠങ്ങളും ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് ചിന്തകളും ഉണർത്തുന്ന കാര്യങ്ങളാണ് അള്ളാഹു താല ലോകത്ത് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലും കുറെ ഉദാഹരണങ്ങളുണ്ട്, പറയാൻ നേരമില്ലാത്തതുകൊണ്ടാണ്. അതൊക്കെ നമ്മൾ പഠനത്തിന് വിധേയമാക്കണം. ഈമാനികമായ ഉയർച്ചയിലേക്കും വളർച്ചയിലേക്കും നാം മാറി വരണം. അള്ളാഹു താല അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ്.